നിങ്ങൾ എല്ലാ മേഖലയും കയറി എല്ലാ മേഖലയും പിന്നെ വേറൊരാൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ആം ആദ്മി പാർട്ടിയുടെ ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും ആം ആദ്മി പാർട്ടി നവരാഷ്ട്രീയ സന്ദേശയാത്ര നടത്തുകയാണ്. ഇന്നേ ദിവസം രാവിലെ 9 മണിക്ക് പ്രവിത്താനം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് വിവിധ പഞ്ചായത്തുകളിൽ കയറി ഇന്നിപ്പോ ഭരണങ്ങാനത്ത് സമാപനം കുറിക്കുകയാണ്. വലിയ രീതിയിലുള്ള ഒരു ജനപിന്തുണയാണ് ആം ആദ്മി പാർട്ടിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ അവർ സവർണ ഹിന്ദു ഐഡിയോളജിയിലാണ് നമ്മുടെ രാജ്യം കൊണ്ടുപോകുന്നത്. നമ്മുടെ പ്രതിപക്ഷ പാർട്ടികളെയെല്ലാം ഇല്ലായ്മ ചെയ്യുന്ന രീതിയിൽ ഏതെങ്കിലും തരത്തിൽ കേസെടുക്കുകയോ ഇഡിയോ അല്ലെങ്കിൽ ഇൻകം ടാക്സ് റെയ്ഡോ ഏതെങ്കിലും നടത്തിക്കൊണ്ട്, ഇല്ലെങ്കിൽ അവർക്ക് തന്നെ പണം കൊടുത്ത് അവരെ MP-മാരെയും MLA-മാരെയും കാൻവാസ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇവിടെ തുടർന്നു പോകുന്നത്. നമുക്കെപ്പോഴും അറിയാം, പ്രധാനമന്ത്രി പറയുന്ന ഒരു കാര്യമുണ്ട്, സബ്കേ സാത്ത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ്. പക്ഷെ നമ്മൾ നിത്യജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് എങ്ങനെയാണ്? കോർപ്പറേറ്റ് കാ വികാസ് കോർപ്പറേറ്റ് കാ വിശ്വാസ് കോർപ്പറേറ്റ് കെ സാത്ത്. ആ രീതിയാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണ ജനങ്ങൾക്ക് അവരുടെ ജീവിതം ദുസ്സഹമായി വരികയാണ്. നമുക്കറിയാം, മണിപ്പൂർ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രധാനമന്ത്രി പറഞ്ഞത് BJP സർക്കാർ അവിടെ വന്നാൽ ഡബിൾ എഞ്ചിൻ സർക്കാരാണ്. ഡബിൾ എഞ്ചിന്റെ ശക്തി നമ്മൾ കണ്ടതാണ്. അവിടെ ഒരു കുക്കു വനിതയെ നഗ്നയാക്കി ജനക്കൂട്ടം നയിച്ചുകൊണ്ട് വരുന്ന സമയത്ത് നമ്മുടെ രാജ്യമെല്ലാം അത് കണ്ട് നടുങ്ങിയിരുന്നപ്പോൾ 2 മാസം കഴിഞ്ഞാണ് നമ്മുടെ പ്രധാനമന്ത്രി അത് സംബന്ധിച്ച് പ്രതികരിച്ചത്. നാരീശക്തി നാരീശക്തി എന്ന് പല പ്രാവശ്യം ഉരുവിടുന്ന പ്രധാനമന്ത്രി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രതികരിക്കാൻ താമസിക്കുകയാണ്. അതുപോലെ ബിൽക്കീസ് ബാനു കേസ് നമുക്കറിയാം. ഗുജറാത്ത് കലാപത്തിന് 21 വയസ്സുണ്ടായിരുന്ന ഗർഭിണിയായ ബിൽക്കീസിനെ കൂട്ടബലാത്സംഗം ചെയ്യുകയും ബിൽക്കീസിന്റെ 3 വയസ്സുള്ള കുട്ടിയെ കൊല്ലുകയും അവരുടെ കുടുംബാംഗങ്ങളെ 14 പേര്, ഈ കുട്ടിയടക്കം 14 പേരെ കൊല്ലുകയും ചെയ്ത അതിക്രൂരമായ ആ പ്രവൃത്തി, അതിൽ കുറ്റവാളികളായ ആൾക്കാരെ ജീവപര്യന്തം ശിക്ഷിച്ചിരുന്ന അവരെ ഗുജറാത്ത് സർക്കാർ അവരുടെ പൊതുമാപ്പിനുള്ള അവരുടെ അധികാരം ഉപയോഗിച്ച് 2022 ഓഗസ്റ്റ് 15 അവർക്ക് പൊതുമാപ്പ് കൊടുത്ത് ജയിലിൽ നിന്ന് അവരെ സ്വതന്ത്രരാക്കി. ഇതിനെതിരെ ബിൽക്കീസ് ബാനു സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. ഈ വർഷം ഒക്ടോബർ 31 ഗുജറാത്ത് സർക്കാർ ചെയ്ത നടപടി നിയമസാധുതയില്ലെന്നും ഗുജറാത്ത് സർക്കാരിന് അതിന് അധികാരമില്ലെന്നും പറഞ്ഞുകൊണ്ട് ആ 11 പേരെ വീണ്ടും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാനായിട്ട് സുപ്രീം കോടതി ഉത്തരവിട്ടു. ഈ രീതിയിലാണ് ഒരു സൈഡിൽ നാരീശക്തിയുടെ കാര്യങ്ങൾ പറയുകയും മറു സൈഡിൽ സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുകയും അത് കാണുമ്പോൾ അനങ്ങാതിരിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയായിട്ടാണ് നമുക്ക് BJP-യെ കാണാൻ പറ്റുക. നമുക്ക് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം മറ്റൊരു കാര്യം ഞാൻ പറയാം. സാക്ഷി മാലിക് ലോകം മുഴുവൻ അറിയപ്പെടുന്ന നമ്മുടെ ഗുസ്തി താരമാണ്. ഒളിമ്പിക്സ് മെഡൽ കിട്ടിയതാണ്. ഒളിമ്പിക്സിന് വെങ്കല മെഡൽ നേടിയ സാക്ഷി മാലിക് നമ്മുടെ ഗുസ്തി ഫെഡറേഷൻ റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ശ്രീ ബിജുഭൂഷൺ ശരൺ സിംഗ് എന്ന് പറഞ്ഞ ആള്, അദ്ദേഹം BJP-യുടെ UP നിന്നുള്ള MP ആണ്. ആ മനുഷ്യനെതിരെ ഒരു ലൈംഗികാരോപണ കേസ് കൊടുത്തിട്ട് പരാതി കൊടുത്തിട്ട് 1 മാസം ഡൽഹി പോലീസ് കേസെടുക്കാൻ പോലും തയ്യാറായില്ല. അവസാനം സുപ്രീം കോടതി ഓർഡർ ഇട്ടപ്പോഴാണ് അദ്ദേഹത്തിന്റെ പേരിൽ FIR ഇട്ടത്. അപ്പോൾ നമ്മൾ വായിക്കുകയും പറയുകയും ചെയ്യുന്ന നമ്മൾ കാണുന്ന കാര്യങ്ങളല്ല യഥാർത്ഥത്തിൽ നടക്കുന്നത് നമ്മുടെ രാജ്യത്ത്. നമ്മുടെ കേരളത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, 2016 മുതൽ ഇടതുപക്ഷ സർക്കാർ തുടർച്ചയായിട്ട് ഭരിക്കുകയാണ്. ഇപ്പൊ ഏകദേശം 8ാം വർഷത്തിൽ നടക്കുകയാണ്. നമുക്കിവിടെ ആകെ ഒരു വലിയ പ്രൊജക്ട് വന്നിരിക്കുന്നത് നമ്മുടെ വിഴിഞ്ഞം തുറമുഖമാണ്. അത് തന്നെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കല്ലിട്ട് തുടങ്ങിയ പ്രവർത്തനമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതല്ലാതെ ഈ 8 വർഷം കാലത്തൊക്കെ ഒരു വികസന പരിപാടിയും പ്രഖ്യാപിച്ചതായിട്ട് നമ്മുടെ അറിവിൽ വരുന്നില്ല. ഇവര് കെ-റെയിൽ വന്നു കഴിയുമ്പോൾ അതിൽ പാലപ്പം കച്ചവടം ഇങ്ങനെയുള്ള പല പല സംസാരങ്ങൾ നടക്കുന്നതല്ലാതെ ഒരു കാര്യങ്ങളും ഇവിടെ നടക്കുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്നതാണ്. ഇപ്പൊ സാമ്പത്തിക ബുദ്ധിമുട്ട് അങ്ങേയറ്റമാണ്. ശമ്പളം കൊടുക്കാനായിട്ട് പൈസയില്ല. ഇപ്പൊ ഒരു തരത്തിൽ ഇന്നലെ കൊണ്ട് ശമ്പളം കൊടുത്തിട്ടുണ്ട്.
കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിലെ കേസിൽ 13,600 കോടി രൂപ വായ്പ അനുവദിക്കാനായിട്ട് കേന്ദ്ര ഗവൺമെന്റ് സമ്മതിച്ചിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം എന്താണ്? നിലവിൽ തന്നെ വലിയ കടമുള്ള ഒരു സംസ്ഥാനത്തിന് വീണ്ടും കടമെടുത്തു കഴിഞ്ഞാൽ സംസ്ഥാനത്തിന്റെ കടം കൂടുകയുള്ളൂ, തിരിച്ചടയ്ക്കാനുള്ള ബാധ്യത കൂടുകയുള്ളൂ. താൽക്കാലിക ഒരു ആശ്വാസം കിട്ടുമെന്ന് മാത്രം. ഉടനെ ഒന്നും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വരുമാനം കൂടാനുള്ള ഒരു മാർഗവും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. ആ രീതിയിലുള്ള ഒരു നയവും ഇടതുമുന്നണി നടപ്പാക്കുന്നതായിട്ട് കാണുന്നില്ല. ഇവിടെയാണ് ആം ആദ്മി സർക്കാരിന്റെ പ്രസക്തി. എനിക്ക് മുമ്പ് പ്രസംഗിച്ച ബിനു ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഡൽഹിയിൽ കേജ്രിവാൾ അധികാരത്തിലേറുമ്പോൾ 35,000 കോടി കടമുണ്ടായിരുന്ന ധനക്കമ്മി ഉണ്ടായിരുന്ന ഡൽഹി ഗവൺമെന്റ് ഈ കഴിഞ്ഞ ആഴ്ച ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ 14,600 കോടി രൂപയുടെ മിച്ച ബജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അരവിന്ദ് കെജ്രിവാൾ ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോ ഇന്ത്യയിലെ ഒരു മുഖ്യമന്ത്രിയുടെ റോൾ മോഡലായിട്ടാണ് കേജ്രിവാൾ മാറുന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അദ്ദേഹം അധികാരമേറ്റപ്പോൾ ആദ്യം ചെയ്തത് ഡൽഹിയിലെ സ്കൂളുകൾ കേജ്രിവാൾ എങ്ങനെ നടത്തുന്നു എന്നറിയാനായിട്ട് അദ്ദേഹം ഡൽഹിയിൽ പോയി. കേരളം ഭരിക്കുന്ന ഇടതുമുന്നണിക്കും ഈ കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ അവരുടെ ഒരു 10 പൈസ എടുക്കാനില്ല. ഡൽഹിയിലെ കാര്യങ്ങൾ കണ്ടിട്ട് വന്ന് ഇവിടെ ഒന്നും ചെയ്യാനില്ല. KSRTC ഡൽഹിയിൽ സ്ത്രീകൾക്ക് സൗജന്യമാണ്. 400 കോടി രൂപയാണ് അവിടുത്തെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന് ഇതിനായിട്ട് സർക്കാർ നീക്കിവെച്ചിരിക്കുന്നത്. കേരളത്തിൽ എന്താണ് നടക്കുന്നത്? ശമ്പളം കൊടുക്കാനായിട്ട് 70 കോടി രൂപ നമ്മൾ ഖജനാവിൽ അടയ്ക്കുന്ന നികുതി, കെട്ടിട നികുതിയായിട്ടും വരുമാന നികുതിയായിട്ടും ചരക്ക് സേവന നികുതിയായിട്ടും നമ്മൾ കൊടുക്കുന്ന നികുതി എടുത്തിട്ടാണ് KSRTC ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത്. കേരളത്തിലെ 138 പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 18ഓളം സ്ഥാപനങ്ങൾ മാത്രമേ ലാഭത്തിൽ പോകുന്നുള്ളൂ. ബാക്കിയെല്ലാം നഷ്ടത്തിലാണ്. ഈ നഷ്ടവും നമ്മുടെ നികുതി എടുത്തിട്ടാണ് നികത്തുന്നത്. ഇവർക്കെല്ലാം വില കൂടിയ വാഹനങ്ങളുണ്ട്. എന്തിനാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നമുക്കറിയാം കേരളം ഭരിക്കുന്ന മന്ത്രിമാരൊക്കെ ടൊയോട്ട ഇന്നോവ കാറിലാണ് നടക്കുന്നത്. ആ മന്ത്രിമാരുടെ പേഴ്സണൽ സെക്രട്ടറിക്കും ഇന്നോവ കാറാണ്. പേഴ്സണൽ സെക്രട്ടറിയുടെ ഡ്രൈവർ അദ്ദേഹത്തിന് ചില ചുറ്റിക്കളിക്ക് നമ്മൾ കണ്ടതാണ്. റോഷി അഗസ്റ്റിന്റെ ഡ്രൈവർ ഒരു ചുറ്റിക്കളിക്ക് പോകുന്നത് സ്റ്റേറ്റ് ബോർഡ് വെച്ചിരിക്കുന്ന വണ്ടിയിലാണ്. അപ്പൊ അത്ര നിരുത്തരവാദമായ പ്രവർത്തികളാണ് നമ്മുടെ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക അച്ചടക്കമില്ല, പണം ദൂർത്തടിക്കുന്നു. നമ്മുടെ ഈ അടുത്ത സ്ഥലത്ത് 2 ഉദാഹരണം പറയാം എങ്ങനെയാണ് ഇവർ പണം ദുർവിനിയോഗം ചെയ്തതെന്ന്. നമ്മുടെ പാലാ ടൗണിൽ ടൂറിസം അമ്യൂണിറ്റി സെന്റർ എന്നും പറഞ്ഞ് 2016 5 കോടി രൂപ മുടക്കിയിട്ട് അവിടെ ചെറിയൊരു കൂട് പോലെ, നമുക്ക് അതിനകത്ത് കയറാൻ പെർമിഷൻ ഇല്ല, ഒരു പാലം ഒരു കൂട് പോലെ ഒരു സ്ഥലം കാട് പിടിച്ചിപ്പോ കിടപ്പുണ്ട്. 2018 അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു. ഇപ്പൊ കറണ്ട് കണക്ഷൻ കിട്ടിയിട്ടില്ല. അതിന്റെ ഫയൽ എവിടെയാന്ന് കാണുന്നില്ല. കിഫ്ബിയുടെ വായ്പ എടുത്ത് പറഞ്ഞതാണെങ്കിൽ 10% പലിശ നമ്മൾ കണക്കാക്കിയാൽ ഒരു വർഷം 50 ലക്ഷം രൂപ അതിന് നഷ്ടമുണ്ട്. ഇപ്പം 6 വർഷമായി, 18 വാർഡ് 24, 6 വർഷം കൊണ്ട് 3 കോടി രൂപ ഇപ്പൊ അതിന് പലിശ അടച്ചു കഴിഞ്ഞു. 5 കോടി രൂപ എടുത്ത വായ്പയ്ക്കാണ്. KSRTC ബസ് സ്റ്റാൻഡിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് അത് 2018 പണി കഴിഞ്ഞു 2 കോടി രൂപ. അതിനു വേണ്ട 1.25 കോടി രൂപ പലിശ അടച്ചു കഴിഞ്ഞ് കാണണം. ഇത് രണ്ടും അനാഥമായിട്ട് കിടക്കുകയാണ്. ഇങ്ങനെ കേരളം മുഴുവൻ എത്ര കോടി രൂപയുടെ പ്രൊജക്ടുകളാണ് ചുമ്മാ കിടക്കുന്നത്? ഭരിക്കുന്ന ഗവൺമെന്റിന്റെ കഴിവുകേടല്ലേ? നമ്മൾ നിസ്സാരമായിട്ടൊന്ന് ഓർത്ത് വെക്കുക. പാലായിലെ സാന്തോം കോംപ്ലക്സ്, ആ സാന്തോം കോംപ്ലക്സ് പണിതു 1 വർഷം കൊണ്ട് അത് മുഴുവൻ ഇപ്പൊ വാടകയ്ക്ക് പോയി. അത് വലിയൊരു വരുമാനമാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ രണ്ടാമത്തെ സെന്റ് തോമസ് മാള്, ഹെഡ് പോസ്റ്റ് ഓഫീസിന് ഓപ്പോസിറ്റ് ഒരു ഷോപ്പിംഗ് മാള് തുടങ്ങി, നമ്മുടെ സഭ തുടങ്ങി. വലിയ വരുമാനമാണ് അത് ഉണ്ടാക്കുന്നത്. ആ വരുമാനം അതിന്റെ സഭയ്ക്ക് കിട്ടുവാണ്, അല്ല പള്ളിക്ക് കിട്ടുവാണ്. നമ്മുടെ സർക്കാർ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം തിരികെ കിട്ടണം. അത് തിരികെ കിട്ടുന്നതെന്ന് നോക്കാൻ ഇവിടെ ആരുമില്ല. കേരളത്തിന് ടൂറിസത്തിന് വലിയ സാധ്യതയുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം രാജസ്ഥാൻ സന്ദർശിച്ചു. കേരളത്തിൽ നിന്നാന്ന് പറഞ്ഞപ്പോ അവർ ആദ്യം പറഞ്ഞത് കേരളം ഗോഡ്സ് ഓൺ കൺട്രി, ഏറ്റവും നല്ല സ്ഥലം, ഞങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ ടൂറിസത്തിന് എന്ത് പ്രൊമോഷനാണ് കൊടുക്കുന്നത്? ഒരു സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നില്ല. നമ്മൾ ഒരുപാട് വർത്തമാനം പറഞ്ഞ് നമ്മൾ തീർക്കുകയാണ്. അപ്പൊ ഇതിനൊക്കെ ഒരു മാറ്റം വരണമെങ്കിൽ ഇവിടെ കഴിവുള്ള ഒരു സർക്കാർ വരണം. ഇടതുമുന്നണിയുടെ നയം നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. പക്ഷെ ഇടതുമുന്നണി സർക്കാരിനെ നമുക്ക് മാറ്റാൻ പറ്റും. ഈ വരുന്ന തെരഞ്ഞെടുപ്പിലൂടെ നമുക്കൊരു സർക്കാരിനെ മാറ്റാൻ പറ്റും. അതിന് ജനങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നല്ല പാർട്ടി അതെന്ന് മനസ്സിലാക്കി നമ്മളെല്ലാം ചിന്തിക്കുകയും പഠിക്കുകയും വായിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. നേരത്തെ നമുക്ക് നല്ല പാർട്ടികളില്ലായിരുന്നു, LDF-ഉം UDF-ഉം. ഞാൻ പലപ്പോഴും ഉദാഹരണം പറയാറുണ്ട്. 90-കൾക്ക് മുമ്പ് ഇവിടെ അംബാസഡറും ഫിയറ്റും 2 കാറേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് നമുക്ക് 100-ൽ പരം കാർ ഇന്ത്യയിൽ കിട്ടും. ആരും അംബാസഡറും ഫിയറ്റും